ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. 1 ദിനവൃത്താന്തം 21-ാം അധ്യായം. ഈ അധ്യായത്തിൽ ദാവീദ് ജനസംഖ്യ എടുക്കുകയാണ്. നമ്മൾ വായിക്കുന്നത് സാത്താൻ്റെ പ്രേരണയാൽ ദാവീദ് അത് ചെയ്യുന്നുവെന്നാണ്. സാത്താൻ എന്നതിന് എതിരാളി അഥവാ തടസ്സം നിൽക്കുന്നവൻ എന്നാണ് അർത്ഥം. ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നവൻ എന്ന അർത്ഥത്തിൽ അതിനെ നമുക്ക് കാണാവുന്നതാണ്. ഇതിനു മുൻപേ ദാവീദ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ചതിന് ശേഷമാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം. ഈ ഒരു കാര്യത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കാതെ ദാവീദ് ഇത് ചെയ്തു എന്നുള്ളത് കൊണ്ടാണ് പിശാച് അവനെ പ്രേരിപ്പിച്ചുവെന്ന് ഈ എഴുത്തുകാരൻ എഴുതാനുള്ള കാരണം. അങ്ങനെ ദാവീദ് ഇത് ചെയ്യുന്നതിൽ നമുക്കറിയാം, ഇതിനു മുൻപ് യോബിൻ്റെ പുസ്തകം 1:6, 2:2, സക്കറിയ പ്രവചനം 3:1 പ്രകൃത്യാതീത ശക്തിയായി പിശാചിനെ അവിടെ കാണിച്ചിട്ടുണ്ട്. എന്നാൽ അതൊക്കെയും ദൈവത്തിൻ്റെ ദിവ്യ ഉപദേശത്തിനുള്ളിൽ നിന്ന് ആ പിശാച് പ്രവർത്തിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ അനുവാദത്തോടു കൂടിയാണ് യോബിനെയൊക്കെ ദൈവം അവിടെ പരീക്ഷിക്കുന്നത്. എന്നാൽ ഇവിടെ ദാവീദിനെ പിശാച് പ്രേരിപ്പിച്ചു, അവൻ ചെയ്തു എന്ന രീതിയിലാണ് ഇവിടെ ദാവീദിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോടുള്ള ദാവീദിൻ്റെ വിശ്വസ്തതയെ ചോദ്യം ചെയ്യുന്ന കാര്യമാണ്. തൻ്റെ വ്യക്തിപരമായ മഹത്വത്തിന് വേണ്ടിയാണ് ദാവീദ് ഇത് ചെയ്യുന്നത്. പ്രധാന സൈന്യാധിപനായ യോവാബ് അതിനോട് യോജിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം അനുസരിച്ച് ദൈവം പറയുമ്പോൾ മാത്രമാണ് ഇത് ചെയ്യുന്നത്. അതിന് വിരുദ്ധമായി ദാവീദ് ചെയ്യുന്നത് തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും. ഇതിനു മുൻപ് എല്ലാ കാര്യങ്ങളിലും ദാവീദ് ദൈവത്തോട് ആലോചന ചോദിക്കുന്ന യോവാബ് കണ്ടിട്ടുമുണ്ട്. ഈ ഒരു കാര്യത്തിൽ അത് ചോദിക്കാഞ്ഞത് കൊണ്ടാണ് യോവാബിന് അങ്ങനെയൊരു ചിന്തയുണ്ടാകാൻ കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ദാവീദിൻ്റെ ഈ പ്രവർത്തനത്തെ ദൈവത്തോട് ആലോചന ചോദിക്കാത്തതുകൊണ്ടാണ് ദൈവം അതിനൊരു തിന്മയായി കണക്കാക്കുന്നത്. അപ്പോൾ ദൈവം ഗാദ് പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയക്കുന്നു. ഗാദ് പ്രവാചകൻ വന്ന് ദാവീദിനോട്, നമുക്കറിയാം അവിടുത്തെ നിയമപ്രകാരം ജനസംഖ്യ എടുക്കുന്നത് ഒരിക്കലും അത് തെറ്റല്ല. സംഖ്യാപുസ്തകം 1:2, 26:2 നമ്മൾ വായിക്കുമ്പോൾ ജനസംഖ്യ എടുക്കുന്ന രീതി, അതിനുള്ള അവകാശം രാജാവിനുണ്ട്. എന്നാൽ ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തോട് ആലോചന ചോദിക്കാതെ ചെയ്തു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ജനസംഖ്യ എടുത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ 3 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ലേവ്യരെ അതിൽ നിന്ന് ഒഴിവാക്കിയതായി നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ബെന്യാമീൻ ഗോത്രത്തിൻ്റെയും എണ്ണമെടുത്തില്ല. എന്നാൽ ഇതിനു മുൻപ് എണ്ണമെടുത്തപ്പോൾ ബെന്യാമീൻ ഗോത്രത്തിൻ്റെ എണ്ണം കൂടി ദാവീദ് യഹോവയുടെ കൽപ്പന പ്രകാരം നേരത്തെ എടുത്തിട്ടുണ്ട്. ലേവ്യരെ ഒഴിവാക്കാൻ പറഞ്ഞ സംഖ്യാപുസ്തകം 1:47 മുതൽ പറയുന്നത് പോലെ ലേവ്യരെ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പാടില്ല. ഇവിടെ യുദ്ധസന്നദ്ധരായ ആളുകളുടെ എണ്ണമാണ് ദാവീദ് ഇവിടെ എടുക്കുന്നത്. തൻ്റെ ആസ്തി മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ തക്കവണ്ണം തനിക്ക് എത്രമാത്രം കപ്പാസിറ്റി ഉണ്ട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം ദാവീദ് ഇത് ചെയ്യുന്നത്. ഇതിനു മുൻപ് യഹോവയായ ദൈവം പറഞ്ഞിട്ടാണ് യുദ്ധം ചെയ്യുന്നതും, അല്ലെങ്കിൽ യുദ്ധത്തിൽ ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ നീ ധൈര്യമായിട്ട് യുദ്ധം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞവൻ ഇന്ന് തൻ്റേതായ ശക്തിയിൽ ആശ്രയിക്കുവാനുള്ള ഒരു ശ്രമം ഇവിടെ നടത്തുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പം അതുകൊണ്ടായിരിക്കാം ലേവ്യ ഗോത്രം യുദ്ധത്തിനില്ലല്ലോ, അതുകൊണ്ടായിരിക്കും അവരെ ഇവിടെ ഒഴിവാക്കിയെന്ന് വിചാരിക്കാം. എന്നാൽ ബെന്യാമീൻ ഗോത്രത്തെ എന്തുകൊണ്ട് ഒഴിവാക്കി എന്നതിൻ്റെ കാരണം ഇവിടെ നമുക്ക് കാണാൻ മനസ്സിലാകുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ ആലോചന ചോദിക്കാത്തതുകൊണ്ട് ദൈവം ദാവീദിനെ ഇവിടെ ശിക്ഷിക്കുകയാണ്. ഗാദ് പ്രവാചകൻ വന്ന് പറഞ്ഞു, 3 കാര്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു, ഇത് നിനക്ക് ഇഷ്ടമുള്ളതിനെ നിനക്ക് തിരഞ്ഞെടുക്കാം. അതിലൊന്ന് ഇതാണ്, 3 വർഷത്തേക്ക് നിൻ്റെ രാജ്യത്ത് വലിയ ക്ഷാമം ഉണ്ടാകും.
2-3 മാസത്തോളം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണം നിനക്കുണ്ടാവും. 3 ദിവസം ഇവിടെ മഹാമാരി അല്ലെങ്കിൽ വലിയ ബാധയുണ്ടാകും. അപ്പോൾ ശമൂവേലിൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2 ശമൂവേൽ 24-ൻ്റെ 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, ആ ഭാഗങ്ങൾ തന്നെയാണ് ഇവിടെ ഈ ദിനവൃത്താന്തകാരൻ വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നത്. ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് അതിൽ 3-ാമത്തെ ശിക്ഷയാണ് ഏറ്റുവാങ്ങിയത്. 3 ദിവസത്തേക്കുള്ള മഹാമാരി അഥവാ ആ ഒരു ബാധ വരുന്നതിന് അദ്ദേഹം അത് സ്വീകരിച്ചു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് 70,000-ഓളം പേരവിടെ മരിച്ചു പോയതായി നമ്മൾ വായിക്കുന്നുണ്ട് ആ ബാധ മുഖാന്തരം. അപ്പോൾ ദാവീദ് പെട്ടെന്ന് താൻ ചെയ്ത ദൈവസ്ഥലം ചെയ്തതായ ആ തിന്മയെ ഓർത്ത് അവിടെ അനുദപിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ 15-16 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാജാവിൻ്റെ അനുസരണത്താൽ ഇസ്രായേൽ മുഴുവൻ അനുഗ്രഹിക്കപ്പെടുന്നത് പോലെ രാജാവിൻ്റെ അനുസരണക്കേടിനാൽ ഇസ്രായേൽ ജനം മുഴുവൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമൂഹിക ജീവിതത്തിലായാലും സഭാപര ജീവിതത്തിലായാലും രാഷ്ട്രീയത്തിലായാലും സഭയിലായാലും അതിന് നേതൃത്വം നൽകുന്ന ആളുകളുടെ രീതിയും ജീവിതവും മനോഭാവവും അനുഗ്രഹമാകാം, ശാപമായിട്ട് തീരാം സമൂഹത്തിന് മുഴുവൻ. നേതൃത്വം നൽകുന്ന ആളിൻ്റെ പാപം, ആ ആളിൻ്റെ തെറ്റ് സമൂഹത്തെ മുഴുവൻ ബാധിക്കും. അവരുടെ നന്മ സമൂഹത്തെ മുഴുവൻ അതും ബാധിക്കും. മോശയുടെ ആ കണ്ണുനീരും പ്രാർത്ഥനയും സാഹചര്യത്തിന് മുഴുവൻ അനുഗ്രഹമായി. അഹറോൻ്റെ ആ മനോഭാവം കാളക്കുട്ടിയെ ഉണ്ടാക്കി ബിംബത്തെ ആരാധിക്കാൻ ജനത്തിന് പ്രേരണയാകേണ്ട സാഹചര്യമാണ്. അപ്പോൾ ഇത് സഭാ നേതൃത്വത്തിലുള്ളവരും സമൂഹത്തിൻ്റെ നേതൃത്വത്തിലുള്ളവരും ഇതൊക്കെ മനസ്സിലാക്കേണ്ടതാണ്. കാരണം നേതൃത്വത്തിലുള്ളവർ ആ സമൂഹത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്ന ആളുകളാണ്. അതുകൊണ്ടാണ് അവരുടെ തെറ്റ്, അവരുടെ നന്മയും അവരുടെ തിന്മയും സമൂഹത്തെ ബാധിക്കുന്നത്. ആ സമൂഹത്തെ മുഴുവൻ അവർ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത് സഭയിലായാലും സമൂഹത്തിലായാലും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകൾ ഇത് കേൾക്കുകയും ഇത് ശ്രദ്ധാപൂർവം അവർ മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അതിനുശേഷം ഈ അവൻ്റെ തെറ്റ് ഗാദ് പ്രവാചകൻ വന്ന് ബോധ്യമാക്കിയപ്പോൾ ദാവീദ് യഥാർത്ഥമായി ഇവിടെ പശ്ചാത്തപിക്കുക. ദാവീദിൻ്റെ പ്രത്യേക സ്വഭാവം അതാണ്. തൻ്റെ തെറ്റുകൾ ബോധ്യമായാൽ പശ്ചാത്തപിക്കാൻ അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അദ്ദേഹം പശ്ചാത്തപിക്കുകയാണ്. അദ്ദേഹം ഓർന്നാൻ്റെ ഭൂമി വില കൊടുത്ത് വാങ്ങി അവിടെ യാഗപീഠം പണിത് ദൈവത്തിന് അതിനെ പ്രായശ്ചിത്തമായി യാഗമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ ഓർന്നാൻ എന്നതിന് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ അരവ എന്ന പേരാണ് കൊടുത്തിരിക്കുന്നത്. അതിനെപ്പറ്റി വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ ഓർന്നാൻ എന്ന് പറയുന്ന ആളിൻ്റെ ഒരു മറുപേരായിരിക്കാം അത്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷനിൽ ഇദ്ദേഹത്തിന് വന്ന ഒരു മിസ്റ്റേക്ക് ആവാം ഈ ദിനവൃത്താന്ത എഴുത്തുകാരൻ. എന്തായിരുന്നാലും സംഭവം ഒന്ന് തന്നെയാണ്. ദാവീദ് അതിനുള്ളതായ പരിഹാരം അവിടെ കാണുകയാണ്. ഇനിയും നമ്മളിവിടെ വായിക്കുന്നു, അപ്പോൾ ഈ ഓർന്നാൻ പറഞ്ഞു, എൻ്റെ ഈ സ്ഥലം നീ ഫ്രീയായിട്ട് എടുത്തുകൊള്ളുക, യഹോവയ്ക്ക് യാഗം അർപ്പിക്കാനല്ലേ. ദാവീദ് പറഞ്ഞു, വെറുതെ കിട്ടുന്ന സ്ഥലത്ത് ഞാൻ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുകയില്ല, ഞാൻ പണം കൊടുത്ത് മാത്രമേ അത് വാങ്ങുകയുള്ളൂ. 2 ശമൂവേൽ 24 അനുസരിച്ച് 50 ഷെക്കേൽ ദാവീദ് കൊടുത്തുവെന്നാണ് അവിടെ നമ്മൾ വായിച്ചത്. ഇവിടെ 600 ഷെക്കേൽ കൊടുത്തതാണ് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അതിനൊരു കാരണമായി നമുക്ക് മനസ്സിലാക്കാവുന്നത് ഒരു ഗോത്രത്തിനായിരിക്കാം 50 ഷെക്കേൽ ചിലപ്പം പ്രായശ്ചിത്തമായിട്ട് നൽകിയത്. അങ്ങനെ വരുമ്പോൾ 12 ഗോത്രം, 12 × 50 600. അതുകൊണ്ടായിരിക്കും ഇവിടെ 600 എന്ന സംഖ്യ വരാൻ കാരണമായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അങ്ങനെ ദാവീദ് അവിടെ ആ സ്ഥലം വാങ്ങിച്ച് അവിടെ ബലിപീഠം പണിത് യഹോവയ്ക്ക് അവിടെ യാഗം അർപ്പിക്കുകയാണ്, പാപപരിഹാര ബലി അവിടെ അർപ്പിക്കുകയാണ്. 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ബലിയിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിനെ ദഹിപ്പിച്ചു. അഗ്നി ഇറങ്ങി ദഹിപ്പിക്കുക എന്നുള്ളത് യഹോവയുടെ സാന്നിധ്യം, യഹോവയുടെ ആ വലിയ അംഗീകാരം അതിന് ലഭിച്ചു എന്നതിൻ്റെ അടയാളമാണ്. ഇതിനു മുൻപ്
1 രാജാക്കന്മാർ 18-19 അധ്യായങ്ങൾ നമ്മൾ മുമ്പ് വായിച്ചതാണല്ലോ. അവിടെ ഏലിയാവ് കർമ്മേൽ പർവ്വതത്തിൽ ആഹാബ് രാജാവിൻ്റെ അല്ലെങ്കിൽ ബാലിൻ്റെ പുരോഹിതന്മാരുമായുള്ള പന്തയത്തിൽ അദ്ദേഹം നടത്തിയതായ ബലിയിലും സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അതിനെ ദഹിപ്പിച്ചതായി നമ്മൾ കാണുന്നുണ്ട്. അഗ്നി എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രതീകമാണ് പുതിയ നിയമസഭയിൽ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ ആദിമസഭയിൽ പരിശുദ്ധാത്മാവ് സ്ഥിരവാസത്തിന് ഭൂമിയിൽ വന്ന പെന്തിക്കോസ്തയുടെ അനുഭവത്തിൽ പരിശുദ്ധാത്മാവ് അഗ്നിനാവായി സ്ത്രീകന്മാരെ ഇറങ്ങി ആവശ്യത്തെ നമ്മൾ വായിക്കുന്നുണ്ട്. അഗ്നി പരിശുദ്ധാത്മാവിനെ അവിടെ സൂചിപ്പിക്കുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ദാവീദിൻ്റെ ബലിയെ അവിടെ അംഗീകരിച്ചു, സ്വീകരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. 30-ാം വാക്യം വരുമ്പോൾ സംഹാരദൂതൻ്റെ വാൾ കണ്ട് ദാവീദ് ഭയപ്പെട്ടു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അഗമ്യമായ ഭീതി, വലിയ ഭീതി ദാവീദിനുണ്ടായി എന്ന് മനസ്സിലാക്കാവുന്നതാണ്. ചുരുക്കത്തിൽ ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ആലോചനയോടുകൂടി നമ്മൾ ഏത് കാര്യം ചെയ്താലും നമ്മൾ ചെയ്യുക. കാരണം ദൈവമാണ് എല്ലാം നമുക്ക് വിജയം നൽകുന്നവൻ. നമ്മളെ സൃഷ്ടിച്ചത് ദൈവമാണ്, രൂപപ്പെടുത്തിയവൻ ദൈവമാണ്. ആ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്കിടയാകും. ഇല്ലെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമാകേണ്ടത് ശാപമായി തീരുമെന്നുള്ളത് ആ വലിയ ദൂത് ഇതിൽ നിന്ന് ദാവീദിൻ്റെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമാവുകയാണ്. അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രമിക്കാം. ദൈവമേ, പരിശുദ്ധാത്മാവേ, അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാനും ചിന്തിപ്പാനും പ്രവർത്തിപ്പാനും ഇടയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൽ നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.